ആദ്യത്തെ സ്റ്റേജിലുള്ള പരീക്ഷ മനസ്സിലാക്കി ശ്രമിച്ചത് പിന്നീട് എന്ത് ചെയ്യും കുറച്ചുകൂടെ റെഗുലായിട്ട് ചെയ്യുന്നു പിന്നെ പിടിയിൽ കഴിഞ്ഞാൽ റിസ്കിലേക്ക് പോകുന്നതാണ്. എന്താണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തൊക്കെ കുട്ടികളെ ജയിച്ചതാണ് അതെല്ലാം അതെല്ലാം മാറി നല്ല ചിന്തകളെ കൊണ്ടുവരിക. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. റിമൂവ് ഓൾ ദ നെഗറ്റീവ് ആസ്പെക്ട് ആൻഡ് പുട്ട് ഓൺ ദ പോസിറ്റീവ്. ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് സീൻ ആൻഡ് ഇസ് ഡൺ വെരി വെൽ. നമ്മളെല്ലാം ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടുവന്ന് ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം ശീലിച്ചെടുത്താൽ ചില പോസിറ്റീവ് ഹാബിറ്റാണ്. ഒന്ന് വായിച്ച എല്ലാവരും കൂടെ
സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക? അതിനെന്താ മനസ്സിലാക്കിയത്? പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ എന്തായാലും മനസ്സിലായി. രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിയത് പിന്നെ തുടങ്ങി കഴിഞ്ഞാൽ എങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും? നിർത്തണം. അതിനെന്തെങ്കിലും പോസിറ്റീവ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാര്യം സ്ഥലത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു കാര്യത്തിലേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനെന്ത് ചെയ്യണം? പോസിറ്റീവ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിരന്തരം ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നിരന്തരം ചെയ്യാൻ എന്ത് ചെയ്യണം? മെഡിറ്റേഷൻ പ്രാക്ടീസ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ഈശ്വരനായിട്ട് കാണാം. പ്രാർത്ഥിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ പ്രാക്ടീസ്. പോയാ പോയി. ഏത് കാര്യം അതിനെന്താ ചെയ്യേണ്ടത്? ശീലമായിട്ട് മാറും. സന്തോഷം തോന്നി. വളരെ ഊർജ്ജസ്വലതയോടെ നിങ്ങളെല്ലാവരും ഇന്നലെ തന്നെ വന്ന് ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇന്നലെ തന്നെ നിങ്ങൾ ചെയ്തു. പിന്നെ രാവിലെ വരുമ്പോൾ തന്നെ നിങ്ങൾ വളരെ നേരത്തെ വന്നു, കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെല്ലാവരും ഇത്രയും വലിയൊരു ടീം വന്നതിൽ വളരെയധികം സന്തോഷം തോന്നി. പിന്നെ മക്കളെല്ലാവരും പറഞ്ഞു വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറഞ്ഞു. അതും വളരെ സന്തോഷമായി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം എല്ലാവരുടെ അനുഗ്രഹം തരട്ടെ എന്ന് ആത്മാർത്ഥമായി. ഈ ക്യാമ്പിലേക്ക് എന്തിനാന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഉപകാരമുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി. ഒരു അഡിക്ഷൻ എന്താണെന്ന്, അഡിക്ഷനെ പറ്റി കൂടുതൽ അറിയാനും എങ്ങനെ അഡിക്ഷൻ ഒഴിവാക്കാനും ലഹരി എങ്ങനെയാണ്, ഒരു അഡിക്ഷൻ എങ്ങനെയാണ് നമ്മളെ ഭാവിയെ തകർക്കാന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റി. പിന്നെ നമ്മളൊരു അഡിക്ഷൻ എഴുതിയിട്ട് ബോക്സിൽ ഇടാൻ പറഞ്ഞപ്പോൾ അഡിക്ഷൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അത് കുറേയൊക്കെ മനസ്സിൽ പോവുകയും ചെയ്തു. പിന്നെ കൂടുതൽ എന്താ പറയുക, നല്ല നല്ല അഡിക്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കാൻ ഈ പ്രോഗ്രാം ഞങ്ങൾ സഹായിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാ? മെഡിറ്റേഷൻ. എത്രാം ക്ലാസ്സിലാണ്? 9th. എങ്ങനെയുണ്ടായിരുന്നു ഈ പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, മൈൻഡ് കയറ്റി. ഗുഡ് ഗുഡ്, പറയൂ. യെസ്, വേറൊന്നിലോട്ട് പോയത് അഡീഷനൊന്നുമില്ലാതെ നല്ലപോലെ പഠിച്ചു പോകണം. ഓക്കെ, പറയാനുള്ളല്ലോ. പഠിച്ച് അത് വലുതാണോ ഒന്നിലോ ഇടപാടെ. അപ്പൊ നിങ്ങൾക്ക് ഈ കേട്ടത് ഒരു 5 മിനിറ്റ് ആണെങ്കിലും ജീവിതത്തിൽ ഗുണകരം ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഓക്കെ, താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ്. പറഞ്ഞോളൂ, എങ്ങനെയുണ്ടായിരുന്നു ചിത്രപ്രസംഗം? ഗുണകരമാണോ? നമുക്ക് വലിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യെസ്, പോസിറ്റീവ് വൈബ്.
ശബ്ദമില്ലല്ലോ. ഗുണകരമായ കാര്യങ്ങളാണ്. ഓക്കെ, ബുദ്ധി അറിഞ്ഞിട്ട് ചെയ്യാം. ഉപകാരപ്പെട്ടു, ഉപകാരപ്പെട്ടു, ഭാവിയിൽ ഉപകാരപ്പെട്ടു, തീർച്ചയായിട്ടും. ഉപകാരപ്പെട്ടു. എക്സിബിഷനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായോ? എല്ലാവർക്കും ഉപകാരപ്പെട്ട സംഭവമാണത്. ആ ലഹരിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. ആ, കൊള്ളാം അല്ലേ? അപ്പൊ ഇത് പറഞ്ഞ കാര്യമൊക്കെ ഇവിടുത്തെ ഈ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മറക്കുമോ? ആജീവനാന്തം കൂടെ വെക്കാൻ പറ്റുമോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പൊതുവെ നിങ്ങളുടെ അഭിപ്രായം വളരെ നല്ലതാണെന്നാണോ അല്ലേ? ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ? ഇതുപോലെ നല്ല ക്ലാസ്സുകളും മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ വേണമെന്നുണ്ടോ? ഉണ്ടോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ലൈഫിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഫ്യൂച്ചറിൽ നമ്മൾ ലൈഫിൽ ഉണ്ടായിരുന്ന തെറ്റുകളൊക്കെ എങ്ങനെ തിരുത്തണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ലൈഫിലുള്ള നെഗറ്റീവ്സ് എങ്ങനെ പോസിറ്റീവ് ആക്കാന്നൊക്കെ പറഞ്ഞു. താങ്ക് യു. അഥവാ ഇതിന് കൊണ്ടുവരണം. പിന്നെ നല്ല കളികളൊന്നും കളിക്കാൻ പാടില്ല. നല്ല ശീലങ്ങളൊക്കെ പഠിക്കണം. പിന്നെ എന്ത് കൊണ്ടുവരണം നഷ്ടപ്പെട്ടത്? ഏത് ചെയ്യാനാണ് വിചാരിച്ചത്? നമുക്ക് നല്ല നല്ല ശീലങ്ങൾ എല്ലാവരോടും കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം. മനസ്സിലായോ? പിന്നെ മെഡിറ്റേഷൻ ഇഷ്ടപ്പെട്ടോ? എന്താ മനസ്സിലാക്കിയ മെഡിറ്റേഷൻ? മനസ്സ് നല്ല ഇതായിരിക്കണം. പിന്നെ കാര്യങ്ങൾ നല്ല ഇതായിരിക്കണം. എല്ലാം നല്ല ഇതായിട്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ദൈവം ഞങ്ങളോട് ഉണ്ടാവുമെന്ന് പറഞ്ഞോ? ആ, ദൈവത്തിനെ ഓർമ്മിക്കാൻ പഠിച്ചോ? ദൈവത്തിന്റെ രൂപമൊക്കെ മനസ്സിലായോ? എന്താ രൂപം? അമ്മയുടെ രൂപം തന്നെ. അമ്മയുടെ രൂപം ഉള്ളിലാണ് ഉള്ളത്. രൂപം എന്താ പോലെ മനസ്സിലായോ?
അമ്മേൻ്റെ രൂപം പോലെ തോന്നിയേ? ആയിക്കോട്ടെ, വെരി ഗുഡ്. ഒരു ലൈറ്റാന്നല്ലേ മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ ആരാന്നല്ലേ മനസ്സിലായോ? ഇനി മനസ്സിലായില്ല? ഒരു സ്റ്റാറൊക്കെ കാണിച്ചു തന്നു, ഒരു 3 ലൈറ്റൊക്കെ കട്ടിയൊക്കെ പറഞ്ഞു. അതെന്തായിരുന്നു അത്? പിന്നെ ഹാബിറ്റ്. അപ്പം അത് മനസ്സിന് പവർഫുൾ ആയിട്ട് വിചാരിച്ചോ? എന്നിട്ട് ഏത് അപകടം ഒഴിവാക്കിയ? ഏതാണ് കലിട്ടിൽ എഴുതിയിട്ടില്ലേ? അതെന്താ എഴുതിയിട്ടുണ്ട്? മൊബൈൽ പ്ലേയിങ് വേണ്ടെന്ന് എഴുതിയിട്ട്. വെരി ഗുഡ്. എന്നിട്ട് എന്താ ഏതാ ലീഫ് കൊണ്ട് സ്റ്റിക്ക് ചെയ്ത്? ലവ്. മോനെ ലവ് തന്നെയാ? ലവ് തന്നെയാ? ലവ് തന്നെയാ? നീ ലവ് തന്നെയാ? എല്ലാവരും ലവാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ. ഓക്കെ. പിന്നെ തിരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മൊബൈലിലും അതേപോലെ ലഹരിക്കൊക്കെ എങ്ങനെ നമ്മൾ അഡിക്റ്റായി എന്നുള്ളതൊക്കെ വളരെയധികം നമുക്ക് നല്ല മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കുറേ സാറുമാരും കുറേ സിസ്റ്റേഴ്സും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അറിവ് സമ്മാനിച്ച എല്ലാവർക്കും എൻ്റെയും ഈ ക്രിസ്ത്യൻ കോളേജ് സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ഭാഗം നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഇനിയും ഓരോ സ്കൂളിലും എല്ലാ കുട്ടികൾക്കും ഇതേപോലെ ലഹരി വിരുദ്ധ അനുബന്ധിച്ച് ഇതേപോലത്തെ ക്ലാസ്സുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ഇതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ? ഇത് പിന്നിലേക്ക് വലിക്കുന്ന നമ്മൾ ഓരോ കുട്ടികളെയും ഇപ്പോൾ ഓരോ സോഷ്യൽ മീഡിയാസ് അതേപോലെ തന്നെ ലഹരി അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ശരിക്കും ജീവിതത്തിൽ നടക്കുന്നത് തന്നെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയെ പിടിച്ച് വലിക്കുന്നതിനകത്തൊരു ആനിമേഷൻ മാതിരി കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിറ്റേഷനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലായോ? മെഡിറ്റേഷൻ നമ്മളൊരു മുകളിലൊരു ദൈവം ഉണ്ടെന്ന് കരുതി നമ്മളെന്താ പറയുക, ഒരു ഊർജ്ജം നമ്മൾ സംഭരിക്കാം. നമുക്ക് തന്നെ നമ്മൾ നല്ലതാണെന്നൊരു ചിന്ത നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അങ്ങനെ ഏത് വാല്യൂ ആണ് സ്വന്തമാക്കിയത്? ലീഫിൽ ഏതാണ്? ലീഫിൽ റെസ്പെക്ട് വാല്യൂ പ്രാക്ടീസ് ചെയ്യാൻ പ്രതിജ്ഞ എടുത്തോ? ഓ പ്രാക്ടീസ് ചെയ്യാൻ പ്രതിജ്ഞ എടുത്തോ? താങ്ക് യു.